ഗൂഗിൾ പിക്സൽ 9a കഴിഞ്ഞ 7 ദിവസമായിട്ട് ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് 50,000 രൂപയ്ക്കാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസിന് ഈ ഫോൺ വെർത്താണോ? ഇതിപ്പോൾ നിങ്ങൾ പോയി മേടിക്കണോ? ഫ്രാങ്ക് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ഈ സ്മാർട്ട് ഫോൺ ഇപ്പോൾ നിങ്ങൾ പോയി മേടിക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എൻ്റെ അൺബോക്സിംഗ് ഷോർട്ട് വീഡിയോ കണ്ടു കാണാം. അതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഫോണിൻ്റെ കൂടെ ചാർജർ വരുന്നില്ല എന്നുള്ളത്. ഈ പ്രൈസിൽ ഞാൻ വേറെ ബ്രാൻഡുകളുടെയും കുറേയധികം സ്മാർട്ട് ഫോൺസ് ഉപയോഗിച്ച ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഇതിനകത്ത് ഈ ഒരു സാധനം അടിപൊളിയാണ് എന്ന് പറയിപ്പിക്കാൻ മാത്രം ഒന്നും തോന്നിയില്ല. ഇതൊരു സ്പെക്ക് പറയുന്ന വീഡിയോ അല്ല, എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആണ്. ഒരു കാര്യം ഞാൻ സമ്മതിച്ചേ പറ്റൂ, ഇതിന്റെ കളർ ഭയങ്കര അട്രാക്റ്റീവാണ്. ഈ ഫോൺ നിങ്ങൾ കൈ പിടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കും. ഈ ഒരു ലാവൻഡർ കളർ ഭയങ്കര ഗോർജിയസ് ആണ്, ഭയങ്കര ക്യൂട്ട് ലുക്കിംഗ്, അല്ലെങ്കിൽ ഒരു പൂക്കി ഫോൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഇത് കേസ് ഇടാണ്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. കാരണം ഭയങ്കര സ്ലിപ്പറി ആണ്, മാറ്റ് ഫിനിഷ് ആണ്. കൈ പിടിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ അങ്ങനെ തെന്നിപ്പോകും. ബട്ട് ഇത് ഒരു കോമ്പാക്ട് ഫോണാണ്. ഒറ്റ കയ്യിൽ ഒതുങ്ങുന്ന ഫോണുകൾ നോക്കുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫോൺ ടേബിളിൽ ഇരിക്കുവാണ്, നിങ്ങളിങ്ങനെ കയ്യിലെടുക്കുന്ന സമയത്ത് ഒരു കാര്യം ഫീൽ ചെയ്യും, ഇതിന്റെ സൈഡ് ഫ്രെയിംസ് ഭയങ്കര കോൾഡ് ആയിട്ടിരിക്കുന്നത്. യെസ്, മെറ്റൽ ഫ്രെയിംസ് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഇത് കണ്ട ആന്റണ കട്ടൗട്ട്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ്. ഞാൻ ഒരു ഗ്ലാസ് ബാക്കാണ് പ്രതീക്ഷിച്ചത്. ബട്ട് 50,000 റുപ്പീസിന് ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ അതെനിക്ക് അത്ര അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. ബട്ട് കൈ പിടിക്കുന്ന സമയത്ത് ഹാൻഡി ആയിട്ടുണ്ട്. ഒരു ബോക്സി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, ഏകദേശം ഒരു 180 ഗ്രാം ഒക്കെ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, ഇതിന്റെ ക്യാമറയുടെ അലൈൻമെന്റ് ഇത് മുകളിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിൽ താഴേക്കാണ് വന്നിരിക്കുന്നത്. ബട്ട് ഇവിടെ നിന്ന് ചെറിയ ഡിസ്റ്റൻസ്, ഫ്ലാഷ് ഏകദേശം മിഡിലും അല്ല ഈ സൈഡിലും അല്ല, ഒരു അസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഫീല്. പക്ഷെ 2025 ഈ ഡിവൈസിന്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്ലാസ്, ഇത് ഗൊറില്ല ഗ്ലാസ് 3 ആണ്. പിക്സൽ 9 Pro 9 XL ഒക്കെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിലൊക്കെ വരുമ്പോൾ ഇത് ഗൊറില്ല ഗ്ലാസ് 3. ഓൾറെഡി ഫോൺ ഞാൻ പറഞ്ഞു ഭയങ്കര സ്ലിപ്പറി ആണ്. ഗൊറില്ല ഗ്ലാസ് 3യും കൂടെ പറയുമ്പോൾ അറിയാലോ, ഡിസ്പ്ലേ ചട്ടപ്പട്ടയെന്ന് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമതായി ഭയങ്കര വിചിത്രമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഈ ഒരു ഫോണിന്റെ സൈഡ്. ഈ ഫോണിന്റെ സൈഡിൽ മുകളിലായിട്ടാണ് പവർ ബട്ടൺ, താഴെയായിട്ടാണ് വോളിയം ബട്ടൺ. നമ്മൾ ഈ ഫോൺ ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ നമുക്ക് ആദ്യം എത്താൻ എളുപ്പമായിട്ടുള്ള സ്ഥലത്തല്ലേ പവർ ബട്ടൺ വെക്കേണ്ടത്. പക്ഷെ അവിടെ കൊണ്ടുപോയി വോളിയം ബട്ടൺ വെച്ച്, പവർ ബട്ടൺ ആണെങ്കിൽ ഇങ്ങനെ എത്തില്ല, പിന്നെയും കുറച്ചുകൂടി മുകളിൽ പോയിട്ട് ഇങ്ങനെ വേണം പ്രസ് ചെയ്യാനായിട്ട്. സോ പവർ ബട്ടൻ്റെ പ്ലേസ്മെന്റ് എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നി. പലപ്പോഴും ഞാൻ സ്ക്രീൻ ഓണാക്കാൻ വേണ്ടി പിടിച്ച് വോളിയം ബട്ടൺ പ്രസ് ചെയ്യാറുണ്ട്. സ്ക്രീൻ ലോക്ക് ചെയ്യാൻ വേണ്ടി വോളിയം കൂട്ടലും കുറയ്ക്കലും ഒക്കെയാണ് പരിപാടി. സോ ഈ ഒരു പ്ലേസ്മെന്റ് ഭയങ്കര ഓക്വേർഡാണ്. താഴെയായിട്ട് നിങ്ങൾക്ക് ഇതേ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, ഇവിടെ സിം സ്ലോട്ട് ഉണ്ട്. ഇതിനകത്ത് ഡ്യുവൽ നാനോ സിം ആണ് ഇടാനായിട്ട് പറ്റുന്നത്. മൈക്രോ SD കാർഡ് ഇടാൻ പറ്റില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ബേസ് വേരിയന്റ് 8GB RAM ആൻഡ് 256GB സ്റ്റോറേജിലാണ് വരുന്നത്. ഇനി ഈ ഒരു ഡിവൈസിന്റെ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞില്ലേ, ഫോൺ കൈ പിടിക്കുന്ന സമയത്ത് ആൾക്കാർ ഒരു കളർ കണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നു. അതേപോലെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന സാധനമാണ് ഈ തിക്കായിട്ടുള്ള ബെസൽസ്. ഡിസ്പ്ലേ സൈസ് കഴിഞ്ഞ പോലെ 6.1 ഇഞ്ച് ആയിരുന്നു, ഇപ്രാവശ്യം 6.3 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. ഇതൊരു 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു OLED ഡിസ്പ്ലേ ആണ്. HDR10+ന്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്. സിമെട്രിക്കൽ ആയിട്ടുള്ള ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഈ തട്ടിയം ബെസൽ കാണുമ്പോൾ ഏകദേശം ഒരു 5-6 വർഷം പഴക്കമുള്ള ഫോൺ പോലെ തോന്നും. കാരണം 10,000 രൂപയുടെ ഫോണുകളിൽ പോലും ഇതിലും സ്ലിം ആയിട്ടുള്ള ബെസലുള്ള ഡിസ്പ്ലേകൾ വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, ബൈ ഡിഫോൾട്ട് ഡിസ്പ്ലേ സെറ്റിംഗ്സിനകത്ത് ഏറ്റവും താഴെ കണ്ടോ സ്മൂത്ത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് ഇതേക്കണേ, ഇത് ഓഫ് ആയിരിക്കും. അതായത് ബൈ ഡിഫോൾട്ട് ഫോൺ ഓൺ ആക്കി ഉപയോഗിക്കുമ്പോൾ ഈ 60 ഹെർട്സിലാണ്. ആ ഒരു സമയത്ത് ഉപയോഗിക്കുമ്പോൾ ഇത് ഭയങ്കര ലാഗ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് ഇത് സ്മൂത്ത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കി കഴിയുമ്പോഴാണ് 120 ഹെർട്സിലേക്ക് പോകുന്നത്. സോ ഒരു 120 ഹെർട്സ് ഡിസ്പ്ലേ ഉള്ളപ്പോൾ 120 ഹെർട്സ് ഉണ്ട് എന്ന് ആൾക്കാർ കാണിക്കുന്നതിന് വരും അത് ഓഫാക്കി വെക്കുന്നതിന്റെ കുട്ടൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഡിവൈസിന്റെ പെർഫോമൻസ് ഇതിനകത്ത് ടെൻസർ G4 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. യെസ്, പിക്സലിന്റെ ബാക്കിയുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കാണുന്ന സെയിം ചിപ്സെറ്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനൊപ്പം LPDDR5X RAM, UFS 3.1 സ്റ്റോറേജ് ഒക്കെ ഉള്ളതുകൊണ്ട് AnTuTu സ്കോർ ഏകദേശം 1.1 മില്യൺ 1.2 മില്യൺ ആ ഒരു രീതിയിൽ കിട്ടുന്നുണ്ട്. വിച്ച് ഈസ് വെരി ഗുഡ്. നല്ലൊരു പെർഫോമൻസിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഉണ്ടല്ലോ, ഈ ഡിവൈസിന്റെ തെർമൽസ് അഥവാ ഹീറ്റ് മാനേജ്മെന്റ് ഭയങ്കര മോശമാണ്. നോർമൽ ടാസ്കുകൾ ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ആസ്ഫോൾട്ട് 8 ഡൗൺലോഡ് ചെയ്ത് ഏകദേശം 3GB ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആകുമ്പോൾ ചൂടാവുന്നു. ഫോൺ നോർമലി യൂസ് ചെയ്യുന്ന സമയത്ത് ചൂടാവുന്നു. AnTuTu ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഭയങ്കര പൊള്ളുന്ന പോലത്തെ ചൂട് വരുന്നുണ്ട്. ഔട്ട്ഡോറിൽ ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചൂടാവുന്നു. ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ നോർമൽ ടെമ്പറേച്ചർ തന്നെ കുറച്ച് റേസ്ഡ് ആണ്. ആൻഡ് നോർമൽ യൂസിൽ തന്നെ ഫോൺ വല്ലാണ്ട് ഹീറ്റ് ആവുന്നുണ്ട്. സോ ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് നല്ലപോലെ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇത് കാരണം തന്നെ ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഓപ്പൺ ആക്കി കുറച്ചു നേരം കളിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആണെങ്കിലും പിന്നീട് ഗെയിമുകളിൽ ലാഗ്, സ്റ്റട്ടർ, ഗ്ലിച്ചൊക്കെ
കാണുന്നുണ്ട് ബിക്കോസ് ഓഫ് ഈ ഒരു ഹീറ്റിംഗ്. ബട്ട് ഒരു കാര്യം, ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് 5100 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ ഉപയോഗിക്കാം. രാവിലെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴേക്കും ഏകദേശം 10% ബാക്കി ഉണ്ടാവും. സോ ബാറ്ററി ബാക്കപ്പ് നല്ലതാണ്. പക്ഷേ ഫുൾ ബാറ്ററി ഡ്രെയിൻ ചെയ്യാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ ഇത് ചാർജ് ആവാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ബിക്കോസ് 23 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. യെസ്, വെറും 23 വാട്ട്സിൻ്റെ ആൻഡ് PD ചാർജർ നിങ്ങൾ വേറെ വാങ്ങിക്കണം, ഇതിൻ്റെ കൂടെ കിട്ടില്ല. ഗ്ലാസ് ബാക്ക് അല്ലെങ്കിലും ഇതിനകത്ത് വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് ഉണ്ട്. ബട്ട് 7.5 വാട്ട്സിൻ്റെ ആണ്. സോ ഓവർനൈറ്റ് ഒക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ വെക്കാം. ബട്ട് അഗെയിൻ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഹീറ്റ് ആവുന്ന ഒരു ഫോണാണ്. വയർലെസ് ചാർജിങ് വയ്ക്കുമ്പോൾ ആ ഒരു ഹീറ്റിംഗ് കുറച്ചുകൂടി കൂടുതലായിട്ട് എനിക്ക് തോന്നി. ബട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ഇതിൻ്റെ UI. ക്ലീൻ UI ആണ്. എന്ത് സ്മൂത്താന്ന് അറിയും. ഈ ഒരു സ്റ്റാറ്റസ് ബാർ ഒക്കെ വരയ്ക്കുമ്പോൾ കണ്ടില്ലേ, ഭയങ്കര സ്മൂത്ത്. അതായത് എന്താ പറയുക, നല്ലൊരു പോളിഷ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ. ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ആൻഡ്രോയിഡ് ഫോൺ നോക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്നറിയോ, ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് കാണും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും ഇല്ല. ബട്ട് എല്ലാം ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസാണ്. ഇതിനകത്തുണ്ടല്ലേ ഗൂഗിൾ വാച്ചിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ എൻ്റെ അടുത്ത് പിക്സൽ വാച്ച് ഒന്നും ഇല്ലെങ്കിലും. അതുകൊണ്ട് എല്ലാ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസും കുത്തി നിറച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. യു ക്യാൻ അൺഇൻസ്റ്റാൾ. ബട്ട് ഇതൊക്കെ ഇതിനകത്തുണ്ട്. ആൻഡ്രോയിഡ് 15 വരുന്നത്. യെസ്, നമ്മൾ പ്യുവർ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ വാനില ആൻഡ്രോയിഡ് എന്നൊക്കെ പറയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. നിങ്ങളൊരു 1 UI ഉള്ള അല്ലെങ്കിൽ കളർ OS ഉള്ള ഫൺ ടച്ച് OS ഉള്ള ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും ഇതിലേക്ക് വരുവാണെങ്കിൽ ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നും. ഒരു പ്ലെയിൻ ബെയർ എന്താ പറയുക, ഒരു സ്കെലിട്ടൺ ആൻഡ്രോയിഡ് തന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. സോ ചില ആൾക്കാർക്ക് മേ ബി ബോർ അടിക്കാം. അതായത് ഏകദേശം ഒരു ഐഫോണൊക്കെ പോലെ തന്നെയാണ്. ഐഫോൺ നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ആ ഒരു സോഫ്റ്റ്വെയർ സ്റ്റോക്ക് ആയിരിക്കും. എത്രത്തോളം കസ്റ്റമൈസേഷൻ ആണ് അതിനകത്ത് ലോക്ക്ഡ് എന്ന്. ഐഫോൺ യൂസേഴ്സിന് വേറെ വഴിയില്ല, വേറെ ഒന്നിനും സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ബട്ട് ആൻഡ്രോയിഡിൽ കുറേയധികം ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും. ബട്ട് പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വേണം എന്നുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇത് നല്ലപോലെ ഇഷ്ടമാവും. എന്നാലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ട്, ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ട്. സോ ഗൂഗിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ആദ്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഈവൻ ആൻഡ്രോയിഡ് 16 ഇറങ്ങുമ്പോഴും നിങ്ങൾക്ക് ആദ്യം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട് ഈ ഒരു ഫോൺ വാങ്ങുവാണെങ്കിൽ. ഇനി AI ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് ഇതിനകത്ത് മറ്റ് കമ്പനികൾ ചെയ്യുന്നത് പോലെ അത്രയ്ക്ക് AI ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്തില്ല. ബട്ട് ബേസിക് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിനകത്ത് പിക്സൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു പിക്സൽ സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമേജസ് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാണ്ട് നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്റ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വോയിസുകളാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് തരും. അല്ലാണ്ട് പവർ ബട്ടൺ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ ജെമിനൈ കിട്ടുന്നുണ്ട്. ആൻഡ് യെസ്, പല സ്മാർട്ട് ഫോണുകളിൽ ഇപ്പോൾ ജെമിനൈ കോമൺ ആയി വന്നിട്ടുണ്ട്. സോ ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചർ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ജെമിനൈ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വെൽ കേപ്പബിൾ ആയിട്ടാണ്. ആൻഡ് യെസ്, നിങ്ങൾക്ക് താഴെയായിട്ട് ഇത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ സർക്കിൾ ടു സെർച്ചിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് സർക്കിൾ ടു സെർച്ച് ഇപ്പോൾ എല്ലാ സ്മാർട്ട് ഫോൺസിലും കോമൺ ആയി തുടങ്ങി. ബട്ട് ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം എന്താ അറിയോ, ഇതിനകത്തുള്ള ഹാപ്റ്റിക്സ് ഉള്ള ഇൻറ്റഗ്രേഷൻ. ഇപ്പോൾ നിങ്ങൾ UI സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്ക്രോൾ ചെയ്യുമ്പോൾ ഹാപ്റ്റിക് വരും. നമ്മൾ അറ്റം എത്തുമ്പോൾ വീണ്ടും ഇങ്ങനെ എവിടെയോ തട്ടി നിൽക്കുന്നത് പോലെ ഒരു ഫീല്. സർക്കിളിൻ്റെ സെർച്ചിന് ഈ ഒരു സാധനം ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്തുണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആ ഒരു വൈബ്രേഷൻ ഒരു നല്ല രസമുണ്ട്. ചെറിയ ആ ഒരു ടച്ച് എലിമെന്റ്സ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാത്ത ഒരു സാധനമാണ് ഇതിനകത്തുള്ള കണക്ടിവിറ്റി. സത്യം പറയാലോ, ഇതിനകത്തുള്ള മോഡം ഇപ്പോഴും കഴിഞ്ഞ കൊല്ലം യൂസ് ചെയ്ത സെയിം മോഡം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒരുപാട് പേർക്കുണ്ടായി. ആ സെയിം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഇതിനകത്തുണ്ട്. ചെറിയ രീതിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഈ ഒരു AI സഹായത്തോടു കൂടിയൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ചിപ്സെറ്റിൻ്റെ ഒക്കെ വ്യത്യാസം കൊണ്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിലും ആ ഒരു ഭൂരിഭാഗം റേഞ്ച് കിട്ടാതിരിക്കുന്ന ഇഷ്യൂ അല്ലെങ്കിൽ റേഞ്ച് കുറയുന്ന ഇഷ്യൂ, കോൾ ഡ്രോപ്പ് ആവുന്ന ഇഷ്യൂ, അതൊക്കെ ഇപ്പോഴും ഇതിനകത്ത് ഉണ്ട്. Wi-Fi 6E ഉണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 5.3, NFC-യുടെ സപ്പോർട്ട്, 18 5G ബാൻഡ്സ് ആൻഡ് ഡ്യുവൽ നാനോ സിം എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു ഈ സിമ്മും ഇടാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സ്പീക്കേഴ്സിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അത്യാവശ്യം ലൗഡായിട്ടുള്ള കുറച്ച് ബേസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ട്രിബിൾസ് ഒക്കെ ഉള്ള നല്ലൊരു സ്പീക്കർ എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓവറോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കൊള്ളാം. ഡിസ്പ്ലേ HDR ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഒരു തിക്കായിട്ടുള്ള ബെസൽസ് കാണുന്ന സമയത്തുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ബ്രൈറ്റ്നസ്സിൽ എനിക്ക് ചെറിയൊരു ബഗ് ഫീൽ ചെയ്തു. അതായത് ഇപ്പോൾ ഫുൾ ബ്രൈറ്റ് ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫേസിൻ്റെ റിഫ്ലക്ഷൻ തന്നെ കാണും. അപ്പോൾ ഞാൻ പിന്നെയും ബ്രൈറ്റ്നസ് വയ്ക്കുമ്പോൾ ബ്രൈറ്റ്നസ് ഫുള്ളായിരിക്കും. എന്നാൽ ചില സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് ഫുള്ളാക്കി കഴിഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നും. സോ ആ ഒരു ബ്രൈറ്റ്നസ് സ്ലൈഡറും ഇതിന് കാണുന്ന ബ്രൈറ്റ്നസ്സുമായിട്ട് ചെറിയൊരു
മിസ്മാച്ച് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇനി പിക്സൽ ഫോണുകൾ പേര് കേട്ടിരിക്കുന്നത് അവരുടെ ക്യാമറയ്ക്ക് വേണ്ടിയാണ്. ഒരു കാര്യം ഞാൻ പറയാലോ, ശരിയാണ്, പിക്സലിന്റെ പ്രോ സീരീസ്, എക്സൽ സീരീസിനൊക്കെ നല്ല ക്യാമറാസ് ഉണ്ടെങ്കിലും ഇതിനകത്ത് ഒരു പ്രൈമറി 48 മെഗാ പിക്സലിന്റെ ക്യാമറയും ഒരു 13 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ടെലിഫോട്ടോ ക്യാമറയൊന്നും ഇല്ല, 50,000 റുപ്പീസിന്റെ ഫോൺ ആണെങ്കിലും. ബട്ട് ഇതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, എന്താ പറയുക, എനിക്ക് പേഴ്സണലി ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇതിനേലും നല്ല ഒരു ക്യാമറ പെർഫോമൻസ് തരുന്ന പല സ്മാർട്ട് ഫോണുകളും ഉണ്ട്. അതുകൊണ്ട് ഒരു ക്യാമറയ്ക്ക് വേണ്ടി ഇതിനെ സജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല ബ്രൈറ്റ് സൺലൈറ്റിലൊക്കെയാണ് നിങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബ്രൈറ്റ് സൺലൈറ്റ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കൊള്ളാം, ഫോട്ടോ HDR കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ലൈറ്റ് കുറച്ച് ഡിമ്മായി കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ, സ്കിന്നിൽ ഒരു റെഡ് സ്റ്റോൺ വരുന്നുണ്ട്. അതിന് ഒരു എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ നോക്കി, ഭയങ്കര മോശമായിട്ടുള്ള എഡ്ജ് ഡിറ്റക്ഷൻ ആണ്. ഇത്രയും ഒരു കട്ട് ആൻഡ് പേസ്റ്റ് പോലത്തെ എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ ഒരു പിക്സൽ ഫോണിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കണ്ടില്ലേ, ഒരു ഗ്രെയിനി ആയിട്ടുള്ള ഒരു ഫിനിഷ്. ഓവറോൾ ഫോട്ടോസ് അപ്പിയറൻസസ് നാച്ചുറൽ, എന്താണോ കാണുന്നത് അതേപോലെ വരുന്നുണ്ട്. ബട്ട് സ്കിൻ ടോൺസ് പലപ്പോഴും ലൈറ്റ് ചെറുതായിട്ടൊന്ന് കുറയുമ്പോൾ റെഡിഷ് ആവുന്നു. നോർമലി എടുക്കുന്ന ഫോട്ടോസിൽ ഒരു ചെറിയൊരു ഫെയ്ഡ് പോലെ, ഒരു ചെറിയ മൂടൽ മഞ്ഞ് പോലത്തെ ഒരു ഫീൽ പോലെ എനിക്ക് തോന്നി. ബട്ട് ഇതിലെടുക്കുന്ന നൈറ്റ് ഫോട്ടോ അത്യാവശ്യം കൊള്ളാം, ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. നൈറ്റ് ഫോട്ടോസ് ആർ ഗുഡ്, കേപ്പബിൾ ആണ്. ബട്ട് നൈറ്റ് സെൽഫീസ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ചെറിയൊരു ഇങ്ങനെ ഒരു ബ്ലർ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ബട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ഫോട്ടോസിന്റെ ആപ്പിനകത്ത് അൺബ്ലറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്ന ഫോട്ടോസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി ക്യാമറ UI-നകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ പോർട്രേറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ പോർട്രേറ്റിനകത്തുള്ള ബൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഫുള്ള് നോക്കി. ബൈ ഡീഫോൾട്ട് എന്താണോ വരുന്ന ബൊക്കെ അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമുക്ക് ബൊക്കെ എന്തോരം വേണമെന്ന് കൺട്രോൾ ചെയ്യാൻ ഒരു ഓപ്ഷൻ കാണുന്നില്ല. ആൻഡ് ഈ ഒരു ക്യാമറ UI-ൽ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇതിന്റെ ക്യാമറയുടെ ഷട്ടർ ബട്ടൺ കിടക്കുന്നത് ഭയങ്കര മുകളിലായിട്ടാണ്. നോർമലി നമ്മൾ ഫോട്ടോ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ക്ലിക്ക് ചെയ്യുന്നത് ഈ ഒരു ഹെഡിങ്ങിലേക്കായിരിക്കും. ഈ ഒരു ഹെഡിങ്സിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്കും വരും. അപ്പം നമ്മളിങ്ങനെ ഒരാളെ നോക്കിയിട്ട് ഇങ്ങനെ അവരെ നോക്കിയിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ യെസ് ക്ലിക്കായി എന്ന് വിചാരിക്കും വൈബ്രേഷൻ കേൾക്കുമ്പോൾ. ബട്ട് ആക്ച്വലി സംഭവിച്ചത് നമ്മൾ ഈ ഒരു സാധനത്തിലാണ് അമർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ഫോട്ടോൻ്റെ ഷട്ടർ വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഷട്ടറിൻ്റെ അടിയിൽ വേറെ ഒരു സാധനവും വരാൻ പാടില്ല, എന്നാൽ മാത്രം നമുക്ക് കണ്ണും പൂട്ടിയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിനകത്തുള്ള ആഡ് മീ ഫീച്ചർ കൊള്ളാം. ഇപ്പം നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാതെ നിങ്ങൾ തന്നെ ആദ്യം ഒരു ഫോട്ടോ എടുത്തിട്ട് അതിലൊരാളെ വിളിച്ചിട്ട് തിരിച്ച് നിങ്ങൾ അവിടെ പോയി നിന്നെടുക്കുന്ന ഫോട്ടോയുടെ പരിപാടി ഇതിനകത്ത് കൊള്ളാം. അൾട്രാ വൈഡ് ക്യാമറ അത്ര അടിപൊളിയാണെന്നും പറയാൻ പറ്റില്ല. ആൻഡ് വീഡിയോസിൽ നിങ്ങൾക്ക് ഇതാ ഫുൾ HD ആൻഡ് 4K 60 FPS വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ബട്ട് ഫ്രണ്ടിൽ ഫുൾ HDയിലാണ് 60 FPS വീഡിയോ എടുക്കാൻ പറ്റുന്നത്. 4Kയിൽ നിങ്ങൾക്ക് 30 FPS വീഡിയോ മാത്രമേ കിട്ടുന്നുള്ളൂ. നോർമലി ഒരു പോർട്രേറ്റ് ഫോട്ടോ ഒക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് വരുന്നുണ്ട്, പ്രോസസ്സിംഗ് ടൈം എടുക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് പോർട്രേറ്റ് ഫോട്ടോ എടുക്കാനായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 1-2 ഫോട്ടോ ഒക്കെ പെട്ടെന്ന് ക്യാപ്ചർ ആവും. ബട്ട് പിന്നീട് ആ ഒരു ഷട്ടർ ബട്ടൺ തന്നെ ഗ്രേഡ് ഔട്ട് ആവും, ക്ലിക്ക് ആവാതിരിക്കാൻ. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസ്പ്ലേയിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ടാണ് കൺവീനിയന്റ് ആയിട്ടുള്ള പൊസിഷൻ. നോർമലി ഇവിടെയൊക്കെയാണ് വരാറ്, ബട്ട് ഇത് മുകളിൽ വന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഗുഡ്. ഐ വുഡ് സേ 50,000 രൂപ കൊടുത്തിട്ട് ഈ ഫോൺ ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നത് മേ നോട്ട് ബി കറക്റ്റ്. കുറച്ചാളും കൂടെ വെയിറ്റ് ചെയ്ത് ഒരു 30-35,000 രൂപയുടെ ഒക്കെ പ്രൈസ് റേഞ്ചിൽ വരുവാണെങ്കിൽ ആ സമയത്ത് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് 50,000 രൂപയുടെ ഒരു പ്രൈസിന് വേറെ അടിപൊളി ഫോൺസ് ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഇപ്പോഴത്തേക്ക് ഈ ഫോൺ വാങ്ങേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. ബട്ട് ലേറ്റർ ഒരു കോമ്പാക്ട് ഫോൺ ഒരു 30-35,000 രൂപയുടെ ഇടയിൽ നോക്കുവാണെങ്കിൽ സെയിൽ ടൈമിൽ ഡെഫിനറ്റ്ലി ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.